വെറിയാട്ടം ആരംഭിച്ചിരിച്ച്. ഇത്രയും നല്ല ഒരു ആദ്യത്തെ സിനിമ ഇറങ്ങി. ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിലും അത് എടുക്കപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ 94, 95 സമയത്താണ് അതിൻ്റെ 94, 95 അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ 96 റിലീസായി. ഇപ്പോൾ 28 വർഷം കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് റിലീസായി. പെറ്റ തള്ള സൈക്കിളില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഒരു വേസ്റ്റ് പടം. ഇതിൽ 3 റൈറ്ററാണ്. എന്ത് തേങ്ങ അവന്മാർ കാണിച്ചത്. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, ആൾ കൂടിയാ പാമ്പ് ചാവില്ല. ആൾക്കാർ ഓരോരുത്തരും ഓരോ മറ്റേ ഐഡിയ കൊടുക്കുകയാണ്. അതാണ് പറ്റിയിരിക്കുന്നത് ഈ പടത്തിൽ. സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഇന്ത്യൻ വന്നാലേ ശരിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഹാഷ്ടാഗ് ഇടുന്നു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആകെ പ്രശ്നം, ഇയാളെ കൊണ്ട് ആകെ ശല്യമായി. ഗോ ബാക്ക് ഇന്ത്യൻ, കം ബാക്ക് ഇന്ത്യൻ, പിന്നെ ഗോ ബാക്ക് ഇന്ത്യൻ. എന്തോ പാടേ ഇത്. ആ അനിരുദ്ധിൻ്റെ ആ പാട്ടുണ്ടല്ലോ, താത്താ വരാറ്, അത് കേട്ടപ്പോൾ എനിക്ക് അനിരുദ്ധിനോട് ആകെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അനിരുദ്ധിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞാണ്. കഥ കുറച്ചെങ്കിലും പറയണമല്ലോ. ഡയറക്ടർ മറ്റേ സീക്വൻസിന് വേണ്ടിയിട്ട് കുറച്ച് കഥ പറയും. അപ്പോൾ അനിരുദ്ധിന് മനസ്സിലായി ഈ കഥ മൈ ഗോഡ് വെരി ഡേഞ്ചറസ് മാൻ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് തോന്നിയതാണ്. താത്താ വരാറ്, എഗര കൂടെ പോറാറ്, തൊഗര കൂടെ പോറാറ്. എന്തോ വാടേ കാണിച്ചു വെച്ചേക്കുന്നത്. ആദ്യത്തെ പടത്തിനെ ഇല്ലാണ്ടായി കളഞ്ഞു. ഇതിൽ ഭയങ്കര ബിൽഡപ്പ്. ഇതിൽ എന്തായിരുന്നു പ്രസ് മീറ്റും മറ്റേ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ. ആ സിദ്ധാർത്ഥാണെങ്കിൽ ഇങ്ങനെ സൈഡിൽ, കമലഹാസൻ്റെ സൈഡിലിരിക്കുക, ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളി 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 പോവാന്ന് പറഞ്ഞ സംഭവം. എന്നിട്ട് ഒരു കഥയും ഒരു ഇതും ഇല്ലാതെ എന്ത് പറയണ്ടേ, എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ചാകാൻ പോകുന്നവൻ്റെ അടുത്ത് പോയിട്ട് മർമ്മക്കല ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇങ്ങനെ വിരലൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ. ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഏതോ ടോം ആൻഡ് ജെറി തുടങ്ങലാമാ, ആരംഭിക്കലാമാ. ഈ ആരംഭിക്കലാമാ എന്നുള്ള ഡയലോഗ് മറ്റേ വിക്രമിൽ ക്ലിക്കായി. പിന്നെ അതങ്ങ് വെച്ച് അടിക്കുകയാണ്. എവിടെയൊക്കെ കമലഹാസനുണ്ടോ അവിടെയൊക്കെ ആരംഭിക്കലാമ ഉണ്ട്. ഇത് ആരംഭിക്കലാമ ഒന്ന് നിർത്തിത്തരൂ പ്ലീസ് എന്നാണ് തോന്നിയത് സിനിമ കണ്ടപ്പോൾ. 3 മണിക്കൂർ, 2-2.5 മണിക്കൂർ. അത് കമലഹാസൻ പറഞ്ഞെന്ന് തോന്നുന്നു. അത് ഭയങ്കര ക്ലാഷൊക്കെയാണ് ഇവർ തമ്മിൽ, കമലും ശങ്കറും തമ്മിൽ എന്തോ ക്ലാഷൊക്കെ ഉണ്ട്. ഈ റിലീസിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ദിവസം മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. ഇനി തേർഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴും കേൾക്കാൻ പറ്റില്ല. തേർഡ് പാർട്ട് കഴിഞ്ഞേ കേൾക്കാൻ പറ്റുള്ളൂ. ഒക്കെ കാശിന് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ ഇന്ത്യൻ അപ്പൂപ്പൻ വരുന്നത് നമ്മുടെ ഈ സ്കാമും കാര്യങ്ങളൊക്കെ പിടിക്കാനാണ്. ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ സ്കാം പിടിക്കാൻ ഇനി ആര് വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രയും ദിവസമായിട്ട് പൊട്ടാനായിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. നിങ്ങൾ വന്ന് കാണ്, ഇത് അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 4 മണിക്കൂർ 6 മണിക്കൂറാണ് ആ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റാത്ത. 4 മണിക്കൂർ ആകുമ്പോഴേക്കും വേഗം. പിന്നെ ഇത്രയും പാടുപെട്ട് 28 വർഷം അവന്മാർ എടുത്തെന്നൊക്കെ പറയുന്നത് ചുമ്മാ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവർ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു വർഷം എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ 28 വർഷത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വിട്ട് അതിപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് ഇങ്ങനെ ഇടേണ്ടി വരും. 28 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 365 അത്ര ദിവസം അതിനെ ഡിവൈഡ് ചെയ്യണം. 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അതായത് ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു വർഷം ഇവർ ഒരു 10 ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ച് എടുത്തിട്ടുള്ളത്. അതാണ് ഈ പടം ഇങ്ങനെ ആയിപ്പോയത്. എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ബോബി സിനിമയിലാവുന്ന 2 സീക്വൻസ് കുറച്ച്, പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ രസമുണ്ട്. മേക്കപ്പ് കാണാൻ മാത്രമാണെങ്കിൽ നമുക്ക് OTT ഇറങ്ങിയിട്ട് കണ്ടാൽ പോരെ. ഇത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ആഗ്രഹം നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ശങ്കറിൻ്റെ അടിപൊളി സംഭവമായിരിക്കും. ഇപ്പോൾ 3 ഇഡിയറ്റ്സ് എന്ന പടം അതിനെ തന്നെ ശങ്കർ തമിഴിൽ മാറ്റി നൻപൻ എന്ന് പറഞ്ഞെടുത്തു. വിജയ് മറ്റേ എന്താ പേരെന്താ ജീവ ഒക്കെ വെച്ച് സത്യരാജൊക്കെ ആയിട്ട്. നൻപൻ സിനിമ ആദ്യം കണ്ടവർക്ക് 3 ഇഡിയറ്റ്സ് ഇഷ്ടപ്പെടില്ല. അമ്മാതിരിയാണ് എടുത്തു വെച്ചിരുന്നത്. അല്ലാതെ നിങ്ങൾ 3 ഇഡിയറ്റ്സ് കാണാതെ നൻപൻ കാണുകയാണെങ്കിൽ, എൻ്റെ 1-2 ഫ്രണ്ട്സ് അങ്ങനെ കണ്ടു. ഫ്രണ്ട്സ് എന്ന് പറയാൻ കൊച്ചു പിള്ളേരാ ഇവന്മാർ. കാരണം ഇവന്മാർ കൊച്ചു പിള്ളേരായിരുന്നു മറ്റേ 3 ഇഡിയറ്റ്സ് ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് നൻപൻ കണ്ടത്. ഇത് ഹിന്ദി പടമാണെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ഇത് ഹിന്ദി പടം കണ്ടു. ഹിന്ദി പടം കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ അത് തമിഴാണ് കൊള്ളാവുന്നത്. അതാണ് ശങ്കർ. അപ്പോൾ ശങ്കർ സാറിന് 3 റൈറ്ററിനെ വെച്ച് 3 റൈറ്റർ തന്നെ 3 ആവുമ്പോൾ ഒരു ഇതുപോലത്തെ ഡയറക്ടറിന് സാധാരണ തന്നെ ഒരു 8 ഒരു 4 അസിസ്റ്റൻ്റ് ഉണ്ടാവും. പിന്നെ അസിസ്റ്റൻ്റ് താഴെ, അസോസിയേറ്റിൻ്റെ താഴെ, പിന്നെ ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് 10, 16, 20 ഡയറക്ടറെങ്കിലും ഉണ്ടാവും അവിടെ. ഡയറക്ഷൻ പഠിച്ച പിള്ളേർ ഒരു 20 പേരെങ്കിലും സെറ്റിലുണ്ടാവും.
അവരാണ് ഈ സിനിമ എടുക്കുന്നത് മെയിനായിട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുള്ള് മറ്റേ ശങ്കർ സാറല്ല എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ അവന്മാരെയാണോ കുറ്റം പറയേണ്ടത് അതോ ശങ്കറിനെയാണോ കുറ്റം പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ പടം കണ്ടപ്പോൾ. എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നാണ്. ഒരു വണ്ടി, ആ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടിയാണ്. ഈ വണ്ടിയൊക്കെ എവിടെയാണ്, എവിടെ ഈ വണ്ടി? ഇതൊരു സൂപ്പർ ഹീറോ പടമായിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ആ ബാറ്ററിയൊക്കെ ചുമ്മാ സോളാറിൽ നിന്നൊക്കെ ചാർജ് ആവൂടെ. ഇത് ഇയാൾ ഈ വണ്ടിയും കൊണ്ട് ലോകം മൊത്തം കറങ്ങുന്നുണ്ട്. എത്ര കിലോമീറ്ററാണ് വണ്ടി ഓടിയെന്ന്, അതായത് ഓരോ ഫുട്ബോൾ മാച്ചിലൊക്കെ ഓരോ പ്ലെയേഴ്സ് ഓടുന്ന ഇതെടുക്കും ഡിസ്റ്റൻസ്. 30 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെയാണ് ഒരു മാച്ചിൻ്റെ ഇടയിൽ ഒരു പ്ലെയറിൻ്റെ ഓട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫുട്ബോളല്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ ഓഫ് കാര്യമാണ് പറയുന്നത്, യൂറോപ്യൻ ലീഗിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈ വണ്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പം വല്ല ഈ 3 മണിക്കൂർ പടം എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പം ഒരു 50,000 കിലോമീറ്റർ ഒക്കെ ഓടി കാണും. എന്താ ഇത്? ഫസ്റ്റ് പാർട്ടിൽ അത് ഈ സിദ്ധാർത്ഥിനെയൊക്കെ കൊണ്ടുവന്നാണ് വേസ്റ്റ്. സിദ്ധാർത്ഥൊക്കെ വെറും വെറുതെയാണ്. അവനറിയാം അവൻ അർഹതപ്പെടാതെ ഒരു റോളാണ് കിട്ടിയെന്ന്. എനിക്ക് ബോയ്സ് സിനിമ അത് കഴിഞ്ഞ് കുറച്ച് സിനിമയിലൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് ആളാകെ വളിപ്പായിരിക്കാൻ. ഇപ്പോൾ ഈ ഇടയ്ക്ക് ചിത്ത എന്ന് പറയുന്ന ഒരു പടം ഓടി. അത് ഓടിയില്ലായിരുന്നെങ്കിൽ ആശാൻ്റെ കാര്യം കഴിഞ്ഞേനേന്ന് തോന്നുന്നു. അവൻ്റെ കാര്യം പോട്ടെ. ഈ ബോയ്സല്ലോ ഇന്ത്യനിലോട്ട് വരുമ്പോൾ എൻ്റെ മോനെ ദയവേ ഇത് ഇനി ഇങ്ങനത്തെ അത് തേർഡ് പാർട്ടി എന്തായി തീരുമെന്നാണ്. അപ്പോൾ ഇതിനുള്ള കേസ് ഏത് ഇന്ത്യൻ താത്ത വന്ന് പിടിക്കുമെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പടം വന്ന് കാണൂ എന്ന് പറഞ്ഞ് പറ്റിച്ചല്ലോ. അപ്പോൾ ഈ ആൾക്കാരെയൊക്കെ അവരുടെയൊക്കെ ടിക്കറ്റ് തിരിച്ച് കൊടുക്കേണ്ട ആ ഒരു ബാധ്യതയുണ്ട്. ഇന്ത്യൻ ആയതുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ഹോണസ്റ്റായിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ്. ശങ്കറിന് പറ്റിയെന്ന് പറഞ്ഞാൽ, ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ കുറേ കാലം മുമ്പേ തന്നെ പോയി. ശങ്കർ എന്ന് പറയുന്ന ആൾ ജെന്റിൽമാൻ, പുള്ളിക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പുള്ളി ജെന്റിൽമാൻ, അന്യൻ, മറ്റേ അതുപോലത്തെ ആദ്യത്തെ കുറച്ച് പടങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പായിരിക്കും ഈ ഇന്ത്യൻ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ആ കൂടെ ഇത് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ആരോ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ മാറ്റി മറ്റേ റോബോട്ട് അത് ഇതൊക്കെ ചെയ്തു. നല്ലൊരു ഡയറക്ടറാണ്. ഞാൻ പറയേണ്ട കാര്യമല്ല. ഒന്നുമല്ല പുള്ളിയുടെ മുന്നിൽ. ഇപ്പോൾ ഉടനെ ഈ പടത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ചോദിക്കും, മറ്റേ നിനക്ക് ലെൻസ് വെക്കാൻ അറിയാവോ? ഇവിടെ കുറേ മറ്റേ മലയാളത്തിൽ കുറേ ഊളന്മാരുണ്ടല്ലോ, നടന്മാർ, ഭയങ്കര ബുദ്ധിമാന്മാർ. ഇപ്പോൾ ഒന്ന് ചോദിക്കും, നിനക്ക് ലെൻസ് വെക്കാൻ അറിയാവൂടാ? നിനക്ക് ഏതാ ലെൻസായ? നിനക്കൊരു വീഡിയോ എടുക്കാൻ അറിയാവൂടാ? നീ ആണോടാ ശങ്കറിനെ കുറ്റം പറയുന്നത്? എൻ്റെ ഭായി ഇങ്ങനത്തേക്ക് പടം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കയ്യിലുള്ള കാശ് കൊടുത്താൽ, നമ്മൾ ശങ്കർ വിളിച്ചിട്ട് നമ്മളോട് 500 രൂപ തന്ന് എന്നാൽ പോയി കാണ്, ഒരു ബിരിയാണിയും തരാം, ഒരു ഫലൂഡയും തരാം എന്ന് പറഞ്ഞൊന്നും ഈ പടത്തിന് വേണ്ടി വിളിച്ചില്ലല്ലോ. നമ്മൾ കയ്യിലുള്ള കാശ്, ശങ്കർ എന്ന് പറയുന്ന ഒരാളിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് പോയി കണ്ടതാണ്. കമലഹാസൻ ഭയങ്കര സംഭവമാണ്. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? 28 വർഷം മുമ്പേ പുള്ളിക്ക് ഒരു 70 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പോൾ 95-98 വയസ്സാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെക്കുറിച്ചൊന്നും അതായത് ഇപ്പോൾ കാണിക്കുന്ന ഇന്നത്തെ കാലഘട്ടമാണല്ലോ. പിന്നെ മറ്റേ അഴിമതി ഉണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ മറ്റേ പാൻ ഇന്ത്യൻ ആയതുകൊണ്ട് ഓരോ സ്റ്റേറ്റായിട്ടൊക്കെ പോകുന്നുണ്ട്. എന്തോ ആണ്. തമിഴ്നാട് തന്നെ നിങ്ങൾക്ക് ശരിക്കും കൊണ്ടു നടക്കാൻ പറ്റില്ല. പിന്നെയാണ് നിങ്ങൾ ഗുജറാത്തിൽ ഇത് മിനറൽസ് ഒക്കെ എടുത്തുകൊണ്ട് അവിടെയൊക്കെ ഭൂമി കുലുക്കമാണ്. ഇതാണ് സമ്മതിക്കണം.